മരണപ്പെട്ട ADMന്റെ ഭാര്യയാണ് പെറ്റീഷൻ നൽകിയത്. പെറ്റീഷൻ നൽകിയത് ഒരു 5-6 കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ്. ഒന്ന്, ഈ ജില്ലാ കളക്ടർ, അതുപോലെ ഈ കേസിലെ പ്രതി പ്രശാന്ത്, ഇവരുപയോഗിച്ച് വന്നതായ ഫോൺ നമ്പർ, അറിയാവുന്ന ഫോൺ നമ്പർ കോടതിയിൽ സപ്ലൈ ചെയ്തു. അതല്ലാതെ മറ്റു ഫോൺ നമ്പർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് അതിൻ്റെ കോൾ ഡാറ്റ റെക്കോർഡ്സ്, അവരുടെ ടവർ ലൊക്കേഷൻ, ഇതൊക്കെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് കളക്ട് ചെയ്ത് കോടതിയിൽ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാരണം ഇത് സമയം കഴിയുന്നതോടുകൂടി ഇതൊക്കെ വാനിഷായി പോകും, ഇത് പിന്നെ കിട്ടില്ല. അപ്പോൾ കേസിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഇത് ആവശ്യം വന്നാൽ, അല്ലെങ്കിൽ പിന്നീട് ഏതെങ്കിലും ഒരു ഏജൻസി മാറി വന്ന് അന്വേഷണം ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ സയൻറ്റിഫിക്കായ ഈ എവിഡൻസ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അത് കണ്ടെത്തി പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് ഡയറക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഒരാവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഈ സംഭവം നടന്നു വന്ന് ഈ യാത്രയപ്പ് യോഗത്തിന് ശേഷം ഈ കളക്ടറേറ്റിൻ്റെ ഈ ഹാളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ക്വാർട്ടേഴ്സ്, റെയിൽവേ സ്റ്റേഷൻ, മുനീശ്വരൻ കോവിൽ ആ ഭാഗം, അദ്ദേഹം സഞ്ചരിക്കാൻ ആ വഴി റെയിൽവേ സ്റ്റേഷൻ വരെ സഞ്ചരിച്ചതും അതേപോലെ തിരിച്ചു വരാനും സാധ്യതയുള്ളതുമായ എല്ലാ സ്ഥലങ്ങളിലെയും CCTV വിഷ്വൽസ്, അവൈലബിളായ CCTV വിഷ്വൽസ് കണ്ടെത്തിയിട്ട് അത് കോടതിയിൽ സമർപ്പിക്കാൻ, കാരണം അത് പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പ്രശാന്ത് ഉപയോഗിക്കുന്ന നമ്പർ, പ്രശാന്തിൻ്റെ ഫോൺ നമ്പർ നമുക്കറിയില്ല. അപ്പോൾ അതും കണ്ടെത്തി, അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തി ശേഷം അതിൻ്റെ CDR ടവർ ലൊക്കേഷൻ കോടതിയിൽ പ്രിസർവ് ചെയ്ത് വെക്കണം, കോടതിയിൽ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞാണ് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. ആ ഹർജിയിൽ നിന്ന് ഈ പ്രോസിക്യൂട്ടർ റിപ്പോർട്ട് ബോധിപ്പിച്ചു. റിപ്പോർട്ട് പറയുന്നത് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ക്വാർട്ടേഴ്സിൽ CCTV ക്യാമറ ഇല്ല. അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലെ വിഷ്വൽസ് ഓൾറെഡി അതിൽ നിന്ന് സമാഹരിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നത്. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഞങ്ങളിങ്ങനെ ഒരു ഹർജി കൊണ്ട് വന്നതിന് ശേഷമായിരിക്കാം, കാരണം ഇതൊന്നും സ്വരൂപിച്ചിട്ടില്ല എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജിയായിട്ട് കോടതിയെ സമീപിക്കേണ്ടി വന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു പെറ്റീഷൻ ഇട്ട ശേഷം ഈ ഭാഗങ്ങളിലുള്ള CCTV വിഷ്വൽസ് ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് എന്നും സമാഹരിച്ചിട്ടുണ്ട് എന്നും, അതുപോലെ തന്നെ ഔദ്യോഗിക ക്വാർട്ടേഴ്സിൽ വിഷ്വൽസ് CCTV ക്യാമറ ഇല്ല എന്നാണ് കോടതിയിൽ പ്രോസിക്യൂട്ടർ ബോധിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രതിയുടെയും ജില്ലാ കളക്ടറുടെയും ഫോൺ നമ്പറിലെ അവരുടെ CDR ഓൾറെഡി അതുപോലെ ടവർ ലൊക്കേഷൻ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് റിപ്പോർട്ട് കൊണ്ട് കാണുന്നത്. പക്ഷേ ഒന്നിലധികം നമ്പറുകൾ ഈ പെറ്റീഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജില്ലാ കളക്ടറും പ്രതിയും ഉപയോഗിച്ച് വന്നതായ ഒന്നിലധികം ഫോൺ നമ്പറുകൾ പെറ്റീഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിൽ ഏത് നമ്പറാണ് എടുത്തതെന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. മറ്റൊന്ന്, പ്രശാന്തിൻ്റെ കോൾ റെക്കോർഡ്സും അതിൻ്റെ CDR ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രശാന്തിൻ്റെ നമ്പർ സംബന്ധിച്ചുള്ള യാതൊന്നും ഈ റിപ്പോർട്ടിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇതിലാണ് ഇന്ന് വാദം നടന്നത്. ഇത് വിധി പറയുന്നതിലേക്ക് ഡിസംബർ 3 മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിലുള്ളൊരു പ്രയാസം എന്ന് പറയുന്നത്, ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി തന്നെ, ഇപ്പം നിങ്ങൾക്കറിയാം അല്ലേ, 1 മാസത്തിലധികമായി, ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി തന്നെ ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ, അത് പിന്നീട് ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബവുമായി ആലോചിച്ച് ഈ കേസിൻ്റെ അന്വേഷണം മറ്റേതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരാലോചന മിക്കവാറും നടത്തേണ്ടി വരും. അത്രമാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഈ പെറ്റീഷൻ്റെ ഓർഡർ 3/12 ഡിസംബർ 3 വെച്ചിരിക്കുകയാണ്. അല്ല, നിലവിൽ അങ്ങനെ ഒരു ആലോചനയിലേക്ക് പോകേണ്ടി വരുമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. കാലതാമസം മാത്രമല്ല, ഇത് ഈ സയൻറ്റിഫിക് എവിഡൻസ്, ഇപ്പോൾ അദ്ദേഹം ഈ മീറ്റിങ്ങിന് ശേഷം ആരോടൊക്കെ സംസാരിച്ചു, എവിടെയൊക്കെ പോയി എന്നുള്ളതൊന്നും നമുക്കീ പറയില്ല. ആകെ അവൈലബിൾ ആയിട്ടുള്ള ഈ CCTV വിഷ്വൽസ് മാത്രമേ ഉണ്ടാവും. ഇതുകൂടി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ കേസിൻ്റെ അന്വേഷണത്തെ വളരെ അത് ഗുണം ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു അർജൻസി. അതുകൊണ്ടാണ് ഈ പെറ്റീഷനായിട്ട് കോടതിയിലോട്ട് വന്നത്. ഇനിയും കാലതാമസം ഉണ്ടാകുകയാണെങ്കിൽ മറ്റൊരു തരത്തിൽ ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും. നിലവിൽ അവർ കളക്ട് ചെയ്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏത് ഫോൺ നമ്പറാണെന്ന് ഈ റിപ്പോർട്ട് കൊണ്ട് നമുക്ക് കാണില്ല. പ്രോസിക്യൂഷൻ ഞാൻ പറഞ്ഞല്ലോ, ഈ റിപ്പോർട്ടിൽ ഒരു യഥാർത്ഥത്തിൽ വെയ്ഗ് റിപ്പോർട്ടാണ് തന്നത്. നമ്മൾ നമ്പർ മെൻഷൻ ചെയ്തിട്ടാണ് CDR ചോദിച്ചിട്ടുള്ളത്. ഇതിൽ 4 നമ്പർ മെൻഷൻ ചെയ്തു. 3 BSNL നമ്പർ, കളക്ടർ ഉപയോഗിക്കുന്ന 2 BSNL നമ്പറും പ്രതി ഉപയോഗിച്ചിരുന്നതായ 1 BSNലും 1 വോഡാഫോണും. പക്ഷേ ഏതാണ് കണ്ടെത്തിയത്, ഏതാണ് ഓൾറെഡി എടുത്തതെന്നൊന്നും ഈ റിപ്പോർട്ട് കൊണ്ട് നമുക്ക് കാണില്ല. അതുകൊണ്ട് നമുക്ക് ശൂന്യമാണ്. കാരണം അന്വേഷണത്തിലെ കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഈ സമയത്ത് കിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്
ഇത് നമ്മൾ കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന ഈ റിപ്പോർട്ട്. അതുകൊണ്ട് ബാക്കി കുടുംബവും ആലോചിച്ചിട്ട് ചെയ്യുന്നതാണ്, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ്.